ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ബൈജൂസ് ആപ്പിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മിയക്കുട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് UKG ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ അച്ഛനും എനിക്ക് ബൈജൂസ് ആപ്പ് മേടിച്ചു തന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റില്ലേ? അപ്പം നമുക്ക് നോക്കാം. അഡ്മിഷൻ ബൈജൂസ് ആപ്പിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 2 ഡേയ്സിനുള്ളിൽ പോസ്റ്റലായിട്ട് നമുക്കൊരു വലിയൊരു ബോക്സ് വരും. അതിനുള്ളിൽ നമ്മുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ അൺബോക്സിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഷേപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ബോക്സിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബോക്സാണ് ഇപ്പോൾ മിയക്കുട്ടി ഇവിടെ തുറക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിൽ ആപ്പുകളുടെ അകത്ത് നമ്മൾക്കിപ്പോൾ കുട്ടികളോട് പെട്ടെന്നൊന്നൊരു സർക്കിൾ ഉണ്ടാക്കാൻ പറയും. അപ്പോൾ അവർക്ക് സർക്കിള് അവരുടെ ഈ സാധനത്തിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് സർക്കിൾ ഒരു എന്ന് എഴുതാൻ പറയും. അപ്പോൾ നമുക്ക് അവർക്ക് തന്നെ ഉണ്ടാക്കാം അങ്ങനെ. അപ്പോൾ അതാണ് അതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഒരു കുഞ്ഞ് ബോക്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഓപ്പൺ ചെയ്യുകയാണ്. അതിൽ ബോഡി പാർട്സും അതേപോലെ തന്നെ സ്റ്റോറീസ്, പസിൽസ് പോലെ നമുക്ക് സ്റ്റോറീസൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അതും ഈ ആപ്പിൻ്റെ അകത്ത് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന പോർഷനുകളിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ UKG സിലബസിൽ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പോർഷൻസൊക്കെ അവർ റെഡിയാക്കി തരുന്നത്. അപ്പം മിഹിക നമ്മൾ CBSE ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ CBSE സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള പോർഷൻസാണ് ഇതിനകത്ത് കവർ ചെയ്യുന്നത്. അതിന് നമ്മൾ കോൺസെപ്റ്റൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളും കൂടെ അവർ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് തുറന്നപ്പോൾ കണ്ടത് ഒരു ഷീറ്റ് പോലത്തെ ഒരു കാര്യമാണ്. അത് നമ്മൾ ആ ഷേപ്സൊക്കെ എൻ്റെ ഒരു ബോക്സ് കണ്ടില്ലേ ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ വെച്ചിട്ടാണ് ആ ഷേപ്സൊക്കെ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ എന്ന് എഴുതാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്നൊക്കെ ഉള്ളത് ഈ ഷീറ്റിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ആണത്രേ ആ ഓസ്മോ ഡിവൈസ് റീഡ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് ഒരു കാസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ എൽസയും അന്നേനെയൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചാൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് കേട്ടോ. അപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അങ്ങനെ, ആൺകുട്ടികളാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നോക്കി ഇതുപോലുള്ള കാർഡ്സ് യൂസ് ചെയ്ത് കളിക്കുന്നതാണ് ഈ കാസ്റ്റിൽ. നമ്മൾ പഴയ നമ്മുടെ പാമ്പും കോണിയൊക്കെ കളിക്കില്ലേ, അങ്ങനെ കളിക്കുമ്പോൾ ഈ കാർഡ്സിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ആൻസർ ചെയ്യുക. അപ്പോൾ അത് കളിയിലൂടെ പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതിൽ വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു 15 ഷീറ്റ്സ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡെമോ ഷീറ്റ്സാണ് പോർഷൻസിൻ്റെ. മാത്സും ഉണ്ടാവും, ഇംഗ്ലീഷും ഉണ്ടാവും. അപ്പോൾ എന്തിനാ അങ്ങനെ പിൻ ചെയ്യാണ്ട് വെച്ചിരിക്കണേന്നുള്ളത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് 15 ഡേയ്സിനുള്ളിൽ കുട്ടി ഇത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോർഷൻസ് ഒന്നും ഇഷ്ടമായില്ല, പിള്ളേരത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ 15 ഡേയ്സിനുള്ളിൽ അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അടച്ച പേയ്മെൻ്റ് എല്ലാം അവർ തിരികെ തരും. നമുക്ക് കൊറിയർ ചാർജ് അടക്കം അവർ തിരിച്ച് പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാം. പിന്നെ അതിനകത്ത് വരുന്ന വേറൊരു കാര്യം, ഇതുപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അത് ABCDയുടെ കുഞ്ഞ് മമ്മ ആൽഫബറ്റും ബേബി ആൽഫബറ്റും ഒക്കെ കാണിക്കുന്ന, അതേപോലെ തന്നെ 1 to 10, അതേപോലെ പ്ലസ് മൈനസ് ഇങ്ങനെയുള്ള കോൺസെപ്റ്റൊക്കെ ഉള്ള സ്റ്റിക്കേഴ്സാണ് പിന്നെ ഇതിനകത്ത് കണ്ടത്. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ അവരുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നതായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് കാണുന്നത് അവരുടെ ഫേവറേറ്റ് ക്യാരക്ടറിനെ കാണുന്നുണ്ട്. ഒരു ചെറിയൊരു ടോയ് പോലെ ഉണ്ട്. ഈ ടോയ് വെച്ചിട്ടാണ് അവർക്ക് ആ ഒരു കാസ്റ്റിൽ ആ ഒരു ഗെയിമൊക്കെ കളിക്കുന്നത്. അപ്പോൾ ആൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിനെയും എടുക്കാൻ പറ്റും. പെൺകുട്ടികളാവുമ്പോൾ ഇങ്ങനെ അന്ന, എൽസ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതും നല്ല രസമായിട്ടുണ്ട് കാണാനും എല്ലാം. പിള്ളേർക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലേ ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ. പിന്നെ അടുത്തത് നമുക്ക് മെയിനായിട്ട് ഉള്ള സംഭവമാണ് നമ്മുടെ ഡിവൈസ്. ഈ ഓസ്മോ ഡിവൈസ് എന്നാണ് ഇതിന് പറയുന്ന പേര്. ഇതാണ് നമ്മുടെ ബുക്സ് എല്ലാം റീഡ് ചെയ്യുന്ന, സ്കാൻ ചെയ്തെടുക്കുന്ന ഡിവൈസ്. ഇതാണ് നമ്മുടെ ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനെ ആണ് ഇപ്പോൾ നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. നമ്മളിനി ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു ടാബ് ഉണ്ടാവും.
അപ്പോൾ ലെനോവയുടെ ടാബുണ്ട്, അതാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ടാബും ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് എക്സ്ട്രാ 2000 എന്തോ ആവും സാംസങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ഡെമോ കണ്ടപ്പോൾ ഇഷ്ടമായത് ലെനോവയാണ്. അപ്പോൾ ഞാനത് എടുത്തു. എന്നിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്തു. മേളിൽ ജസ്റ്റ് ആ ഒരു ഓസ്മോ ഡിവൈസ് വെറുതെ ഒന്നിങ്ങനെ ഘടിപ്പിക്കുക. അപ്പം അങ്ങനെ ഘടിപ്പിച്ചാലാണ് നമ്മുടെ അതിൻ്റെ നേരെ വെക്കുന്ന നേരത്തെ കാണിച്ചിട്ടുള്ള ബോഡി പാർട്സ് ആണെങ്കിലും അതേപോലെ തന്നെ ആ ഒരു സർക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷേപ്സൊക്കെ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഘടിപ്പിച്ചാലേ റീഡ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് പിടികിട്ടിയോ? ഇനി നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് ആപ്പ് അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് മിഹിക UKG. ഇപ്പോൾ UKG ആണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവൾ പോർഷൻസാണ് ഇപ്പോൾ ഇനി കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഇപ്പോൾ ബോഡി പാർട്സാണ് ഇംഗ്ലീഷിലെ പോർഷൻസിൽ ആദ്യം പഠിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു പാട്ടിലൂടെ അല്ലെങ്കിൽ കളിയിലൂടെ ബോഡി പാർട്സ് പഠിച്ചതിന് ശേഷം ഒരു ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അത് അതിനകത്ത് ആൻസർ ചെയ്യുക. അപ്പോൾ ആൻസർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ആൻസർ കറക്റ്റാണെന്ന് പറഞ്ഞ് വരും. ഇനി അടുത്തതായിട്ട് ഒരു വർക്ക്ഷീറ്റ് എങ്ങനെയാണ് ചെയ്യണതെന്നാണ് കാണിക്കണത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന ഒരു പുസ്തകമോ അല്ലെങ്കിൽ പേജ് അതിനെ നേരെ വയ്ക്കുക. നേരെ വയ്ക്കുകയെന്ന് വെച്ചാൽ റെഡ് കളറിൻ്റെ ഡിവൈസിൻ്റെ താഴെ വരുന്ന രീതിയിലേക്ക് നമ്മുടെ ടേബിളിൽ സാധാരണ പോലെ വയ്ക്കുക. അപ്പോൾ സർക്കിൾ ഓർ ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർ തന്ന പെൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ഫ്രൂട്ട്സും സർക്കിൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡെമോയ്ക്ക് വേണ്ടി തന്ന പേപ്പേഴ്സാണ് കേട്ടോ. 10 പേപ്പേഴ്സാണ്. അതിനുശേഷം എന്താ ഈ പ്രസ് ചെയ്യുന്ന സ്ഥാനത്ത് അത് പേപ്പർ തന്നെയാണ്. അവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഈ ഓസ്മോ ഡിവൈസ് ഇത് ഓട്ടോമാറ്റിക്കലി റീഡാക്കും. എന്നിട്ട് അത് കറക്റ്റാണോ തെറ്റാണോ എന്ന് പറയും. അപ്പോൾ നമ്മൾ സർക്കിൾ ചെയ്യണതോ അല്ലെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യണതൊക്കെ മോള് ടിക്ക് മാർക്ക് ചെയ്യണതിൻ്റെ കൂടെ തന്നെ അവിടെയും ടിക്ക് മാർക്ക് ആവുന്നതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ ഇഷ്ടമുണ്ടാവും. കാര്യം അവർ ടിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ കാണുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അവർ കറക്റ്റാണോ തെറ്റാണോ എന്ന് പറയും. ഇപ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർ പറയും തെറ്റാണ് ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അപ്പോൾ കുട്ടികൾ അപ്പോൾ തന്നെ ആലോചിച്ച് വേറെ ഒന്നും കൂടെ ഇപ്പോൾ കൗണ്ട് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ കൗണ്ട് ചെയ്ത് ചെയ്യും. അപ്പോൾ ഇനി കറക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഉടനെ തന്നെ സ്റ്റാർ കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവരുടെ പ്രോഗ്രസ്സൊക്കെ ചെക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ പോയിട്ട് ചെക്ക് ചെയ്യാം. ഇവർക്ക് ഏത് മേഖലയിലാണ് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് കുറച്ച് നേരം നമ്മൾ മാറിപ്പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഏതൊക്കെ തെറ്റിച്ചെന്നുള്ളത് നമുക്കൊരു അറിവ് കിട്ടുമല്ലോ. ഇനി നമുക്ക് വരുന്നത് 10 പുസ്തകങ്ങൾ ടോട്ടൽ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷും മാത്സും ഒക്കെ കൂടെ കവർ ചെയ്യുന്ന രീതിയിലാണ് അത് വരുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്കിപ്പോൾ ബേസിക് ആയിട്ടുള്ള ലോജിക്കുകളൊക്കെ UKGയിലൊക്കെ ഈ ഫുള്ള് MT അതേപോലെ തന്നെ ഓൺ അണ്ടർ ഇപ്പോൾ മോളെടുത്ത് വെച്ചിരിക്കുന്ന പേജിലൊക്കെ കാണിക്കുന്നത് ഇങ്ങനെയുള്ള ബേസിക് കൺസെപ്റ്റുകളൊക്കെ പഠിപ്പിക്കണേ. അത്യാവശ്യം ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ യൂസ് ചെയ്ത്. കാര്യം അവർ കാർട്ടൂൺ കാണാത്ത കുട്ടികളില്ല ഇപ്പോൾ അല്ലേ. അപ്പോൾ അതിലുള്ള പോയംസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി. അവർ മണി പോലെ പറയും. അതേ സ്ലാങ്ങിൽ വേണമെങ്കിൽ പാടിത്തരും. പക്ഷെ അതെന്ന് വെച്ചാൽ അവർ കണ്ട് പഠിക്കുന്നത് കൊണ്ട് അവർക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ അത് ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ട് പഠിക്കുന്ന ഒരു രീതി പോലെ തന്നെയായിട്ടാണ് ഇതും തോന്നിയത്. പെട്ടെന്ന് എല്ലാവരും മനസ്സിലാക്കി എടുക്കുന്ന ഒരു ഫീല് തോന്നി ഈ ഒരു പുസ്തകങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒക്കെ എല്ലാം ഓൺലൈൻ ക്ലാസ്സസ് ആണല്ലോ അല്ലേ. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ബേസിക് പഠിപ്പിക്കാനിരിക്കുന്ന KG ക്ലാസ്സിലെ കുട്ടികളുടെ അമ്മമാരുടെ അവസ്ഥ നമുക്കിപ്പോൾ കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും. നല്ല പാടാണ് ബേസിക്കൊക്കെ പഠിപ്പിച്ചെടുക്കാനല്ലേ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് അല്ലേ ഇതേപോലെ ഓൺലൈൻ ക്ലാസ്സസിൽ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ആപ്പിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവർക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്ക് മോളുടെ ഇതിൽ ചെയ്തപ്പോൾ 15 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലാക്കിയ കാര്യം ആൾ നല്ല കൂളായിട്ട് എല്ലാ ഇതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് നല്ല ഹെൽപ്പാവും. പിന്നെ ഈ പുസ്തകങ്ങളൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള പുസ്തകങ്ങൾ പെട്ടെന്ന് ടീർ ചെയ്യാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ കീറി കളയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ ഇൻക്ലൂഡിങ് ഈ ലെനോവ ടാബും കൂടെയൊക്കെ ആവുമ്പോൾ നമുക്കിത് ഈ ടാബ് വേറെ ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടോട്ടൽ UKG ക്ലാസ്സിന് മാത്രമായിട്ട് 22,000 ആണ് കേട്ടോ. അത് റേറ്റും കൂടെ ഞാൻ പറഞ്ഞു തരാണ്. പിന്നെ 3rd സ്റ്റാൻഡേർഡ് വരെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. വലിയ പാക്കേജസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ UKG മാത്രം എടുത്തേ. കാര്യം അടുത്ത കൊല്ലം ഓൺലൈൻ ക്ലാസ്
ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പഠിപ്പിച്ചെടുക്കണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ ഇതും കൂടെ കൊടുത്തപ്പോൾ അപ്പോൾ കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരിരുന്ന് ചെയ്തോളും. പിന്നെ ഇതിന് മെൻറ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അവർ ആഴ്ചയിൽ ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് കോൾസ് വന്നു, എങ്ങനെയുണ്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് അവിടെ നിന്നിട്ട് നോക്കാനൊക്കെ പറ്റും ഇവർ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രസ് ഒക്കെ ഇല്ലെങ്കിൽ അവർ വിളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, എനിക്ക് മോൾക്ക് ഹെൽപ്ഫുള്ളായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ട് ചെയ്തതാണ്. അപ്പം ഇനി ഇതുപോലെ ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. Looks like you're done. Press the button at the bottom of your sheet to submit. Okay, let's check.